പെരുന്നാൾ ആഘോഷിക്കാൻ ഒരു തുണിക്കടയിൽ പുതിയ വസ്ത്രമെടുക്കാൻ വന്നതാണ് ഒരു കുട്ടിയും അവൻ്റെ ഉമ്മയും. കുട്ടിക്ക് അവിടുത്തെ വില കൂടിയ ഒരു ഷർട്ട് വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു. ഉമ്മയുടെ കയ്യിൽ പക്ഷേ അത് വാങ്ങാനുള്ള പൈസയില്ല. അവർ സങ്കടത്തോടെ മോനോട് പറഞ്ഞു, മോനെ നമുക്ക് മറ്റൊരു ഉടുപ്പെടുക്കാം, ഇതിന് വില വലിയ കൂടുതലാണ്. എന്നാൽ കുട്ടി ഇങ്ങനെ ശാഠ്യം പിടിച്ച് കരയാൻ തുടങ്ങി. എനിക്കിത് തന്നെ വേണം, എനിക്കിത് തന്നെ വേണമെന്ന്. കടയുടമ ദേഷ്യത്തോടെ അവരുടെ അടുത്തേക്ക് വന്നു. ദരിദ്രം തോന്നിക്കുന്ന അമ്മയെയും കുട്ടിയെയും കടയിൽ നിന്ന് ഇറക്കിവിടാനാണ് അയാൾ ആഗ്രഹിച്ചത്. ആദ്യം അയാൾ ഒന്നും സൂക്ഷ്മമായിട്ട് ഉമ്മയെ നോക്കി. അയാൾ കുട്ടിയുടെ കയ്യിൽ ദേഷ്യത്തോടെ പിടിച്ചു. അപ്പോഴാണ് അയാൾ ഒരു കാര്യം മനസ്സിലാക്കിയത്. ആ കുട്ടിയുടെ 2 കൈകൾക്കും ജന്മന വൈകല്യം ഉണ്ടായിരുന്നു. അവൻ കരഞ്ഞുകൊണ്ട് ഉമ്മയോട് പറയുന്നുണ്ട്, ഉമ്മ, ഈ ഉടുപ്പിട്ടാൽ മാത്രമേ എൻ്റെ കൈകൾക്ക് വലിയ നീളം കിട്ടൂ. ഇതിട്ടാൽ എൻ്റെ ഈ കൈയുടെ കുഴപ്പം ആരും അറിയത്തില്ല, എന്നെ ആരും കളിയാക്കത്തുമില്ല. കടയുടമയുടെ നെഞ്ചിൽ വേദനയുടെ ഒരു കൊള്ളിയാൻ മിന്നി പറന്നു. അയാളുടെ കണ്ണറിയാൻ നനഞ്ഞുപോയി. അയാൾ ഉടനെ ആ കുപ്പായം ഭംഗിയായിട്ട് പാക്ക് ചെയ്ത് കുട്ടിയുടെ കൈ കൊടുത്തു. എന്തു പറഞ്ഞു, മോനെ ഇതിന് പൈസയൊന്നും വേണ്ട, ഒരു മോൻ്റെ സങ്കടം മാറ്റാൻ ശ്രമിക്കുന്ന ഉമ്മയേക്കാൾ വലിയ വിലയൊന്നും ഈ ഉടുപ്പിനില്ല എന്ന് പറഞ്ഞു. ഇത് എൻ്റെ വക മോനുള്ള ഒരു സമ്മാനമായിട്ട് എടുത്താൽ മതി. ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിന് മുന്നിൽ നമുക്കറിയാത്ത ഒരുപാട് സങ്കടങ്ങളും ചിലപ്പോൾ ചില പോരാട്ടങ്ങളും ഒക്കെ ഉണ്ടാകും. അത് മനസ്സിലാക്കി സഹാനുഭൂതിയോടെ പെരുമാറണം എന്നതാണ് ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു നല്ല ചിന്ത നമുക്കാകട്ടെ. ഒരാളെ കാണുമ്പോൾ നമ്മൾ നേർക്കാഴ്ചയിൽ വിലയിരുത്തുന്നതിനപ്പുറം അയാളുടെ പേരിൽ വലിയൊരു സങ്കടക്കടൽ ചിലപ്പോൾ ഉണ്ടായെന്ന് വരും. ആ കടലിൽ മുങ്ങിത്തപ്പുക, അവൻ്റെ ദുഃഖത്തിൻ്റെ ആഴം മനസ്സിലാക്കുക, അതനുസരിച്ച് പെരുമാറുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.